ഹലോ ഗ്രീൻ മീഡിയാസിലേക്ക് സ്വാഗതം. 6 സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. അതിന് മുന്നോടിയെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ഖലീഫ, ടോക്സിക്, വിശ്വനാഥ് ആൻഡ് സൺസ്, ഇരുമുടി, ബെത്ലഹേം കുടുംബ യൂണിറ്റ്, തുടക്കം, ഈ ചിത്രങ്ങളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ട് നമുക്ക് ഒന്ന് നോക്കാം. ഓഗസ്റ്റ് 21 റിലീസ് ചെയ്ത തെലുങ്ക് ചിത്രമാണ് ഇരുമുടി ഇതിനോടകം തന്നെ റെക്കോർഡ് കളക്ഷനാണ് നേടിയിരിക്കുന്നത്. അയ്യപ്പൻ്റെ ഈ ഒരു ചിത്രം ഇന്ന് അമ്മാതിരി കളക്ഷൻ നേടിയിരിക്കുകയാണ്. തമിഴ് തെലുങ്ക് വെർഷൻ മാത്രമാണ് സിനിമയ്ക്കുള്ളത്. കേരളത്തിൽ പോലും സിനിമയ്ക്ക് 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ കഴിഞ്ഞു. ഇറങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും സിനിമ റെക്കോർഡ് വേഗത്തിൽ കളക്ഷൻ തൂക്കുന്നു, മികച്ച അഭിപ്രായം നേടുന്നു. വെറും 10 കോടിക്കും 20 കോടിക്കും ഇടയിൽ ബഡ്ജറ്റുള്ള ഈ ഒരു ചിത്രം ഇന്ന് 600 ഇരട്ടി ലാഭം തിയേറ്ററിൽ നിന്ന് തന്നെ നേടിയിരിക്കുകയാണ്. ആന്ധ്ര തെലുങ്കാനയിൽ നിന്ന് മാത്രമായി സിനിമ നേടിയിരിക്കുന്നത് ഏകദേശം 82 കോടിയോളം എന്നുള്ളതാണ് പറയുന്നത്. അത്ര ഗംഭീരമായിട്ടാണ് ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 162 കോടി കടന്നിരിക്കുകയാണ്. ഇന്നും സിനിമയ്ക്ക് മികച്ച ബുക്കിംഗ് ആണ്. ഓരോ മണിക്കൂറുകളിലും നമുക്ക് കാണാൻ കഴിയുന്നു 20,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇന്നും വിറ്റുപോകുന്ന ഒരു കാഴ്ച. വമ്പൻ സിനിമകൾ ടോക്സിക് ഇറങ്ങിയിട്ടും ഈ സിനിമയ്ക്ക് ഒപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്താണേലും പ്രേക്ഷക ഹൃദയം കീഴടക്കിയ ഈ ഒരു സിനിമയ്ക്ക് ഇന്ന് മലയാളികളും ഏറെ ആഗ്രഹിക്കുന്നു മലയാളം വെർഷൻ ഉണ്ടെങ്കിൽ. എന്നാൽ പോലും തമിഴും തെലുങ്കും വെർഷനായി ആളുകൾ കണ്ട് അത്ര ഗംഭീരമാകാണ്. 3 ദിവസങ്ങളിലും സിനിമ 8ാം ദിനമായ ഇന്ന് സിനിമ 180 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. അതായത് വരുന്ന ശനി ഞായറോടെ 200 കോടി ക്ലബിലേക്ക് ഈ സിനിമയെ ഇടം പിടിക്കും. ഖലീഫ ഇറങ്ങി 9 ദിനങ്ങൾ പിന്നിടുകയാണ്. ഈ കഴിഞ്ഞ 3 ദിനങ്ങളിലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള കളക്ഷൻ കയറുന്ന കാഴ്ചയാണ് കാണാനുള്ളത്. ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് ആയിട്ട് 40 കോടി 7 ദിനങ്ങൾ കൊണ്ട് സിനിമ കടന്നതായി ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ വന്നു. ഇന്ന് 9 ദിനങ്ങൾ കടക്കുമ്പോൾ സിനിമയ്ക്ക് 45 കോടിയോളം എത്തിയിട്ടുണ്ടാകാം. ഇന്ന് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് മോർണിംഗിൽ തന്നെ 11 ലക്ഷം രൂപയാണ് കളക്ഷനായി വന്നത്. ഇന്നലെ ഏകദേശം 2 കോടി വന്നു. കഴിഞ്ഞ ദിവസം ബുധനാഴ്ചയും സിനിമയ്ക്ക് 2 കോടിയോളമാണ് കളക്ഷൻ വന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 17 കോടി കളക്ട് ചെയ്ത ചിത്രം ബഡ്ജറ്റായ 50 കോടിയുടെ അടുത്തേക്ക് തന്നെ എത്തുകയാണ്. വരുന്ന ആഴ്ചയോടെ സിനിമ 50 കോടി കളക്ഷനിലേക്ക് എത്തുമെന്ന് ഉറപ്പാക്കപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയും കാര്യങ്ങളുമൊക്കെയായി വന്ന ഈ ഒരു ചിത്രം വീണ്ടും കുതിച്ചുയരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. ആളുകൾക്ക് അത്ര സുഖമല്ലാത്ത ലെവലിലുള്ള ഒരു സിനിമ എന്നുള്ളതാണ് ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള കൂടുതലും അഭിപ്രായങ്ങൾ പുറത്തു വന്നെങ്കിലും ഓണം സീസണിൽ ഈ ഒരു സിനിമ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇത്ര വമ്പൻ ബഡ്ജറ്റിന് ഇങ്ങനെയൊരു സിനിമയ്ക്ക് മുതിരേണ്ട കാര്യമില്ലായിരുന്നു. കുറച്ചും കൂടെ കുറച്ച് ബഡ്ജറ്റായിരുന്നെങ്കിൽ ഒരു വലിയ വിജയമാകേണ്ട ചിത്രവുമായിരുന്നു എന്ന് എടുത്ത് പറയേണ്ട കാര്യമാണ്. വരുന്ന ദിവസങ്ങളിൽ സിനിമ ഞായറാഴ്ചയോടുകൂടി 50 കോടിയിലേക്ക് കടക്കും എന്നുള്ള ഉറപ്പാക്കപ്പെടുകയാണ്. ടോക്സിക് 3ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ സിനിമ 250 കോടിയിലേക്ക് എത്തുകയാണ്. 2 ദിനത്തെ കളക്ഷനായി സിനിമയ്ക്ക് വന്നത് 205 കോടിയോളമാണ്. ഇന്നും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ പോകുന്നു. കേരള ബോക്സ് ഓഫീസിൽ ഒരു ഡിസാസ്റ്ററായിട്ട് സിനിമ മാറുകയാണ്. ഇന്ന് സിനിമയ്ക്ക് മോർണിംഗിൽ അല്ലെങ്കിൽ ഉച്ചവരെ വന്നിരിക്കുന്നത് വെറും 4-5 ലക്ഷം രൂപ മാത്രമാണ്. ഇന്നലെ 1 കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞുവെങ്കിൽ ഹിന്ദി മേഖലയിൽ സിനിമ 100 കോടിയിലേക്ക് എത്തുകയാണ്. എന്താണെങ്കിലും കട്ട നെഗറ്റീവ് ആണെങ്കിൽ പോലും ഈ ഒരു സിനിമ കളക്ട് ചെയ്യുന്നത് വമ്പൻ കളക്ഷനാണ്. 600 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ്. സൂര്യ നായകനായി എത്തിയ വിശ്വനാഥ് ആൻഡ് സൺസ് 3ാം വാരത്തിലേക്ക് കടക്കുമ്പോഴും സിനിമയ്ക്ക് മികച്ച പ്രതികരണവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറെക്കുറെ 7 കോടിയോളം കളക്ട് ചെയ്ത ഈ ഒരു ചിത്രം ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് 250 കോടിക്കടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. 23ാം തീയതി ഓഗസ്റ്റ് 23-ന് 200 കോടിയാണ് സിനിമ കടന്നിരുന്നത്. എന്താണേലും ഒരു വലിയ വിജയത്തിലേക്ക് സിനിമ മാറുന്നു എന്നുള്ളതാണ് സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. എല്ലാ സ്ഥലങ്ങളിലും സിനിമയ്ക്ക് മികച്ച ഒരു ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ഈ ഒരു സീസണിലും അല്ലെങ്കിൽ ഈ ഒരു ഒരുപാട് സിനിമകൾ റിലീസാകുന്ന വേളയിലും കാണുന്നു. ഇവിടെ എടുത്തു പറയേണ്ടത് മമിതയുടെ പ്രകടനം തന്നെയാണ്. ബെത്ലഹേം കുടുംബ യൂണിറ്റിൻ്റെ 8ാം ദിനവും റെക്കോർഡ് തൂക്കുകയാണ്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ ഉച്ചവരെ 8 കോടി കടന്നിരിക്കുകയാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 140 കോടിയിലേക്ക് ടച്ച് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം സിനിമയ്ക്ക് 9 കോടിക്ക് മുകളിലാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ കഴിഞ്ഞത്. ഇന്നും സമാനമായ രീതിയിൽ തന്നെയായിരിക്കും. 9ാം ദിനവും 10ാം ദിനവും പ്രീ സെയിൽ 5 കോടിക്ക് മുകളിലാണ്. 9ാം ദിനം സിനിമ നേടിയിരിക്കുന്നത് ഉച്ചവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 3 കോടി 42 ലക്ഷം രൂപയും 10ാം ദിനം ഞായറാഴ്ച സിനിമ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ വന്നത് 2 കോടിയോളമാണ്. ഇതിനോടകം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 65 ഓണച്ചിത്രമായി ആദ്യം എത്തിയത് വിസ്മയ മോഹൻലാൽ നായികയെ എത്തിയ തുടക്കമാണ്. ഇന്ന് 22 ദിനങ്ങൾ സിനിമ പിന്നിടുകയാണ്. 22ാം ദിനത്തിലും സിനിമയ്ക്ക് സ്റ്റഡി കളക്ഷനുമായി മുന്നോട്ട് പോകാൻ കഴിയുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 25 കോടി കടക്കുന്ന ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് 46 കോടിയിലേക്കും എത്തുകയാണ്. ഇന്നും സിനിമയ്ക്ക് മികച്ച ബുക്കിംഗാണ് വരുന്നത്. 3 ലക്ഷത്തോളം രൂപയാണ് സിനിമയ്ക്ക് മോർണിംഗ് സെക്ഷനിൽ വന്നത്. ഇന്നലെയും മിനിങ്ങാന്നും സിനിമയ്ക്ക് 45 ലക്ഷം രൂപയോളമാണ് കളക്ഷനായി
കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നത്. മികച്ച തുടക്കം ലഭിച്ചിരിക്കുകയാണ് വിസ്മയ മോഹൻലാലിന്. എന്താണെങ്കിലും 50 കോടിയിലേക്ക് ഈ ഒരു സിനിമ എത്തുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇതിനോടകം 16,000-ഓളം ടിക്കറ്റുകൾ ഇപ്പോൾ ഷോകൾ കഴിയുകയും 12.25 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയെന്നും ട്രാക്കേഴ്സ് വിധി എഴുതുകയാണ്. ഇന്നും ഏറെയും പ്രേക്ഷകർ ഇഷ്ടപ്പെടുകയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി. നമുക്കറിയാം, ഒരു മാസം ആകുന്നു സിനിമ റിലീസായിട്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. ഗ്രേറ്റ് മീഡിയാസ്.